നമ്മുടെ പൈനാപ്പിൾ അച്ചാർ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഹാ, കാണാൻ തന്നെ എന്താ രസം, ടേസ്റ്റും പൊളി ടേസ്റ്റാണ്. ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചൊരു നല്ലൊരു അച്ചാറാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മതിയുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ തന്നെ ലൈക്കും തരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം, ബാ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ. അപ്പോൾ പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം എടുക്കുക. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കടുക് ചേർത്ത വീഡിയോ കട്ടായിപ്പോയി, അതാ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ പൊടിയായിട്ട് കൊത്തിയരിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളക് കേട്ടോ. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിയുടെ കളർ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇഞ്ചി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ടേ. ഇഞ്ചി മുളകും കറിവേപ്പിലയും എല്ലാം അത്യാവശ്യം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തേക്കുന്നു കേട്ടോ. ഒരു പൈനാപ്പിൾ ചെറുതായിട്ട് നമ്മൾ കൊത്തിയരിഞ്ഞാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതൊരു മീഡിയം വലിപ്പമുള്ള പൈനാപ്പിളാണേ. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ തൊണ്ടൊക്കെ ചെത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത പൈനാപ്പിളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അതും ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാവേ. അപ്പോൾ നമ്മുടെ കൈച്ചക്ക നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി നമ്മളൊരു 1/4 ടീസ്പൂൺ നമ്മൾ അതിൻ്റെ ചേർക്കണേ. 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് കായപ്പൊടിയാണേ. അത് നമ്മളൊരു 1/2 ടീസ്പൂൺ നമ്മൾ അതിൻ്റെ ചേർക്കണേ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണേ. മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത്. വേണമെങ്കിൽ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊടിക്കൊത്തിലൊക്കെ മാറുന്ന വരെ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു സാധനം ചേർക്കുകയാണ്. നമ്മൾ പുളിവെള്ളമാണ് അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. വാളംപുളി, അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അത് പിഴിഞ്ഞ് വെള്ളമാക്കിയതാണ്. അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര നമ്മളിതിപ്പോൾ ഉരുക്കിയെടുത്താണ്. ഉരുക്കിയെടുത്ത ശർക്കര നമ്മളതിപ്പോൾ ഒരു 100 മില്ലി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര അരിച്ചെടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കരടും മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നല്ല കരടൊന്നും മണ്ണും ഇല്ലാത്ത ശർക്കരയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചിരണ്ടിയിട്ട് കൊടുത്താൽ യാതൊരു കുഴപ്പമില്ല. ഇനി ഇത് തിളച്ച് കുറുകി വരുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാവേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്ര സാധനങ്ങൾ നമുക്ക് ചേർക്കാനുള്ളൂ. നമ്മുടെ അടിപൊളി അച്ചാർ റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ അച്ചാർ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഹാ, കാണാൻ തന്നെ എന്താ രസം, ടേസ്റ്റും പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഇന്ന് പരീക്ഷ നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരുന്ന കാര്യം മറക്കല്ലോ കേട്ടോ. താങ്ക്